അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചക്ക എരിശ്ശേരിയാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചക്ക എരിശ്ശേരിക്ക് ഇപ്പം ചക്ക അരിഞ്ഞതൊക്കെ എൻ്റെ വലിയ വീഡിയോയ്ക്കകത്തുണ്ട്, യൂട്യൂബിൽ തന്നെ കാണാതെ. പിന്നെ അപ്പം ഞാൻ ചക്ക അരിഞ്ഞ് എരിശ്ശേരിക്കുക, ചക്ക മാത്രമേ ഉള്ളൂ. അതരിഞ്ഞ് ചക്കക്കുരു ഒന്നും മടലൊന്നും ചേർക്കാതെ ആദ്യം ചക്കയാണെങ്കിൽ അരിഞ്ഞ് എല്ലാം വൃത്തിയാക്കി ആദ്യം ചട്ടിക്കകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കരിയാപ്പിലയിട്ട് ചക്കയും അരിയിട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് വേവിച്ചിപ്പിരിക്കുക. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ, അപ്പം ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു മുറി അരച്ചിതിന് വെളുത്തുള്ളി അടി ചേർക്കണം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വറുത്ത് ചേർക്കാൻ. അപ്പം ചക്ക എരിശ്ശേരിയാണ് നമ്മളിന്ന് വെക്കുന്നത്. ചക്ക ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ചക്കയെല്ലാം വെന്ത് കിടക്കും. ഇനി നമുക്ക് ചക്കയ്ക്കകത്തോട്ട് തേങ്ങ അരച്ചിടാം. ഇപ്പം നമ്മൾ ചക്ക എരിശ്ശേരിക്കാണ് നമ്മൾ ഈ വെളുത്തുള്ളി മാത്രം, തൊലിയും കളയത്തില്ല, നമ്മൾ ചതച്ചിടുന്നത്. പിന്നെ കരിയാപ്പിലയും കൂടെ പച്ചമുളകും ചതയ്ക്കും, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ തന്നെ, ഇനി വേറെയുള്ളവരെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എരിശ്ശേരിക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് അരച്ചിടാം. അപ്പം നിങ്ങളെ ഞാനൊരു ദിവസം കാണിച്ചല്ലേ, ഇത് ഞാൻ പച്ചമുളക് ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് വെച്ചേക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മൂന്ന് പച്ചമുളക് എടുക്കാം, അതിതിലൂടെ ചതയ്ക്കും. അപ്പം ഇങ്ങനെ ഇടുന്നത് നല്ലതാണ്, വല്ല കാര്യത്തിനൊക്കെ നല്ലതാണ്. അപ്പം നമ്മൾ ചക്ക എരിശ്ശേരിയെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ ചക്ക എരിശ്ശേരിയെല്ലാം നല്ലതാണ്. ഇനി നമ്മൾ ഈ ഒരു മുറി തേങ്ങ അരച്ചത് നമ്മൾ ഇതിനകത്തോട്ട് ഇടും. നമ്മൾ ഇച്ചിരി ഏറെ തേങ്ങ, എരിശ്ശേരി എന്ന് പറഞ്ഞാൽ തേങ്ങ ഏറെ ഇടണം. അപ്പം നമുക്ക് ഇത് കഴുകി ഒരു ശകലം വെള്ളവും കൂടി ഒഴിക്കും. നമ്മൾ വെള്ളം അധികം ചേർത്തിട്ടില്ല, ചക്കയ്ക്കായതുകൊണ്ട് നമ്മൾ ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിക്കും. അപ്പം നമുക്കിതൊരു കാര്യമുണ്ട്, ഒന്ന് തല്ലിപ്പൊത്തി നമുക്കിങ്ങനെ ഒന്ന് വെക്കാം. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ആവി കയറിയിട്ട് വേണം നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് എല്ലാം കൂടെ വറുത്ത് ചേർക്കാൻ. അപ്പം നമ്മുടെ തേങ്ങ അതേ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാനൊരു സ്ഥിര വെള്ളത്തിൽ കഴിയും. അപ്പം ഇതൊന്ന് വേവിട്ട് നമ്മുടെ ചക്ക വേവുന്ന സമയം കൊണ്ട് എനിക്ക് അപ്പുറത്ത് നാട്ടിൽ വന്നുകൊണ്ട് എല്ലാവരും ഓരോന്നൊക്കെ കൊണ്ടുത്തരുന്നേണ്ട മാങ്ങ കൊണ്ടുത്തന്നു. ആ മാങ്ങ ഞാനൊന്ന് തിന്നട്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ചക്ക എരിശ്ശേരി എല്ലാം റെഡിയാക്കി നമ്മളിതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വറുത്ത് ചേർക്കാം. അപ്പം നമ്മൾ ചീനിച്ചട്ടി വെച്ച് കടുക് വറുത്ത് ഇനി ഒരു മുറി തേങ്ങ അതങ്ങോട്ടിട്ട് വറുത്ത് ചേർക്കാം.